ഇറാൻ പറയുന്ന ആ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തും. ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഞങ്ങളുടെ ടേംസിലാണ് ഇനി യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ടേംസിൽ ഇനി യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത്. ഇസ്ഫഹാനിലുള്ള അബണ്ടൻ ചെയ്യപ്പെട്ട ഒഴിവാക്കിയ ഒരു എയർപോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ എപിക് ഫ്യൂരിയുടെ ഭാഗമായിട്ട് US കണ്ടക്ട് ചെയ്തത്. 16ഓളം ഇന്ത്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഷിപ്പുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ വെസൽസുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ചൈനയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴി പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടേത് ചിലത് വന്നിട്ടുണ്ട്, ചിലത് വന്നിട്ടില്ല. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇറാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ജവാദ് സരീഫായിരുന്നു തോന്നുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നേരെ പാകിസ്ഥാനിലേക്ക് പിന്നെ ചൈനയിലേക്ക് പോകും. ഇറാൻ്റെ ഓയിൽ ഗ്യാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. ഷെഡ്യൂൾഡ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡീഡോളറൈസേഷൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും യുദ്ധം നഷ്ടമാണ്. ഒരു ലാഭവും അവർക്ക് ഈ യുദ്ധം കൊണ്ടുണ്ടാവാൻ പോകുന്നില്ല.